രാജ്യതലസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി വേർതിരിക്കുന്ന 4 അതിർത്തികൾ ബാദർപൂർ, സിംഗു, ടിക്രി, ഗാസിപൂർ. ഈ 4 അതിർത്തികളിലും ഉരുക്കുകോട്ട തീർത്തിരിക്കുകയാണ് പോലീസും അർദ്ധ സൈനിക വിഭാഗവും. 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി പോലെ തന്നെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അതിർത്തിയിലേക്ക് ഏതെങ്കിലും വിധേന കർഷകർ എത്തുകയാണെങ്കിൽ അവരെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടത്തുക, അല്ലെങ്കിൽ എല്ലാ നടപടികളും സ്വീകരിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ് നിലവിൽ പോലീസും അർദ്ധസൈനിക വിഭാഗവും ചെയ്യുന്നത്. 5 രീതിയിലുള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും വലിയ പൊക്കത്തിലുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, മതിലുകൾ, അതിനോടൊപ്പം പോലീസിൻ്റെ ബാരിക്കേഡുകളുണ്ട്, മുള്ളുവേലികളുണ്ട്, റോഡിൽ പാകാനായിട്ടുള്ള ആണികളും, വലിയ വാഹനങ്ങൾ, കോൺക്രീറ്റും മണ്ണും പൂഴിമണ്ണും കല്ലും എല്ലാം നിറച്ച വലിയ വാഹനങ്ങൾ, ഈ കണ്ടെയ്നറും ടോറസ് ലോറികളും ഉൾപ്പെടെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഈ അതിർത്തികളിലേക്ക് കർഷകരെത്തുകയാണെങ്കിൽ ആ വാഹനങ്ങൾ, ആ തടസ്സങ്ങളെല്ലാം തന്നെ റോഡിന് കുറുകെ വലിച്ചിട്ടുകൊണ്ട് അവരെ മുന്നോട്ട് കടക്കാൻ സാധിക്കാത്ത വണ്ണം തടയുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസിൻ്റെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഡൽഹിക്കകത്തെ കാര്യം, ITO പോലെയുള്ള ഭരണസിരാ കേന്ദ്രങ്ങൾ ഒരുപാടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഈ അതിർത്തികളിലെ അതേ രീതിയിൽ, സമാന രീതിയിൽ തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വലിയ വാഹനങ്ങളിൽ ഈ മണ്ണും കല്ലും നിറച്ച് കർഷകരെത്തുകയാണെങ്കിൽ അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. മെട്രോ ഗേറ്റുകൾ, 9 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരിക്കുന്നു. ഏത് മാർഗേന ഇവർ അതിർത്തിയിലേക്ക് എത്തിയാലും നഗരത്തിനകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ അതിർത്തിയിൽ വെച്ച് തടയുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലിലെ നേതാക്കൾ ഡൽഹിയിലുണ്ട്, പ്രധാനമായിട്ടും പ്രതിനിധികൾ ഡൽഹിയിലുണ്ട്. ഈ സർക്കാരുമായിട്ടുള്ള 3ാം ഘട്ട ചർച്ച ഇന്നുണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള സമയം അവർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ യോഗത്തിലൂടെ, ചർച്ചയിലൂടെ ഈ ഇരു കൂട്ടർക്കും വേണ്ട ആവശ്യങ്ങൾ, പ്രധാനമായിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് നേടിയെടുക്കാം. ഈ സമരം, പ്രക്ഷോഭം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗാസിപൂർ അതിർത്തിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.